പേരെന്താ? വേദനയുണ്ടോ? ഓപ്പറേഷൻ നടത്തുന്നതിൽ ഭയമുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി? 6 വർഷം കഴിഞ്ഞു. എന്നിട്ട് പ്രസവത്തിന് ഇത്രയും കാലതാമസം വന്നതെന്താ? അത് എന്താ? എന്നോട് പറയാൻ പാടില്ലാത്ത പല കാരണമുണ്ടോ? ഇല്ല. ഡോക്ടർക്ക് ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹം നടന്ന 5 വർഷത്തോളവും ഞാൻ കഴുത്തിൽ താലിയണിഞ്ഞ കന്യയായിട്ടാണ് ജീവിച്ചത്. അതെന്താ? അദ്ദേഹത്തിന് ഒരു കാമുക ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷവും അദ്ദേഹം അവരെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അങ്ങനെയാണോ? എന്നിട്ട് ആ ഞങ്ങളുടെ കുടുംബജീവിതത്തെ വല്ലാതെ വിളിച്ചു. ഭാര്യയായി ഞാൻ കണ്ണുനീരോടുകൂടി കഴിഞ്ഞ രാത്രികളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവരാണ്. സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു നിന്ന എന്നെ അദ്ദേഹം ഉപേക്ഷിക്കുമോ എന്ന് വരെ ഞാൻ ഭയന്നു. ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഒരു സ്ത്രീ ഇത്രയും കാലം കാത്തിരിക്കുമോ? ഇന്ന് അദ്ദേഹത്തിന് എന്നെ പ്രാണനാണ്, എനിക്കും. അതാണ് ഭാര്യ. ഡോക്ടർ, എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എന്താ? എന്റെ കുഞ്ഞിനെങ്കിലും രക്ഷിക്കുമോ? പറയൂ ഡോക്ടർ, രക്ഷിക്കുമോ? അധികം സംസാരിക്കാം. ഡോക്ടർ, റിപ്പീറ്റ് ദ സെയിം ഇഞ്ചക്ഷൻ. ഡോക്ടർ, ഗിവ് ഇറ്റ്. പ്രസവമല്ലേ, ദൈവമാണ് അതിന്റെ സമയം നിശ്ചയിക്കേണ്ടത്. എന്താ, സുഖമാണോ? ശ്രീയേട്ടനെ ഇത്രയേറെ വികാരാധീനനായി ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യയാണ്. ഭാര്യയെ ഇത്രയേറെ സ്നേഹമാണോ? അതെ, ഞാൻ പഴയ ഗീത തന്നെയാണ്. ശ്രീയേട്ട, മനുഷ്യൻ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു. പക്ഷേ അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ചുറ്റുപാടിൽ വീണ്ടും മറക്കാനാകാതെ. ശ്രീയേട്ട, നമ്മളെ തമ്മിൽ പിരിച്ച ആ സ്ത്രീയുടെ ജീവൻ ഇപ്പോഴെന്റെ കയ്യിലാണ്. എനിക്കൊന്നേ അറിയാനുള്ളൂ. മാലതി നിന്ന് മരിച്ചാൽ ശ്രീയേട്ടൻ എനിക്ക് തിരിച്ചു കിട്ടുമോ? എന്നെ വിവാഹം കഴിക്കുമോ? ഈ ജന്മഭാര്യയോടുള്ള ആത്മാർത്ഥം, അവളെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ. എനിക്ക് ജീവിക്കാൻ കുറെ ഓർമ്മകൾ വേണ്ടേ? ഡൗണായിക്കൊണ്ടിരിക്കുന്നു. ഓഹോ, സാരമില്ല. ഡോക്ടർ, പോയിക്കൊള്ളാൻ. വേഗം. Don't get excited. അവളുടെ പാവമാണ്. ഞാൻ ചെയ്തു പോയ തെറ്റിന് നീ അവളെ ശിക്ഷിക്കരുത്. വേദന തോന്നുന്നില്ലേ? എന്റെ വേദന മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ഇത് വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ല. യു ആർ എ ഡോക്ടർ. നീ എന്നെങ്കിലും എന്നെ അല്പമെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നു. പ്ലീസ്, ഐ സേ പ്ലീസ്. എന്താ ഡോക്ടർ? ഷീസ് അൺകോൺഷ്യസ്. ഉടനെ ഓപ്പറേഷൻ നടത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ വേണ്ട, ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കൂ. ഡോക്ടർ, ഈ മരുന്നെടുത്തോണ്ട് വരൂ. ഡോക്ടർ, മാലതിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഓപ്പറേഷൻ ഉടനെ നടത്തിയാലേ ആശയ്ക്ക് എന്തെങ്കിലും വഴിയുള്ളൂ. പക്ഷേ ഡോക്ടർ ഗീത അതിന് സമ്മതിക്കുന്നില്ല. വൈ? ഞാൻ എന്ത് പറയാനാണ്? അവർ എന്റെ സീനിയർ ഡോക്ടർ. ഹെൽപ്ലെസ്. പറയൂ ശ്രീയേട്ട, നമ്മുടെ സ്നേഹം പ്രതിഫലമായി കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആശ്വസിപ്പിക്കാൻ ഞാൻ ആരുമല്ല. ഈ വീടും ഞാനും നിങ്ങൾക്കുമാണ്. നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഈ മുറ്റത്ത് മേലാൽ കാല് കുത്തരുത്. പോകൂ, പോകൂ. സാറേ, കാപ്പി വേണ്ട.
ഒരു ഗ്ലാസ് കുടിക്കുക സാർ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്പം കാപ്പി കുടിക്കുക. നിങ്ങൾ എന്നെ മനസ്സിലായി അല്ലേ? പഴയ രാമനായരെ തന്നെ. ഇവിടെ എന്റെ മകളാണ് ഇവിടുത്തെ സീനിയർ ഡോക്ടർ. അവളാണ് അമ്മയുടെ മകൾ. ഇത്രയധികം അപമാനിക്കാൻ ഞങ്ങൾ നിങ്ങളോടെല്ലാം എന്ത് തെറ്റ് ചെയ്തു? കാപ്പി കുടിച്ച ആ രാമനായരുടെ മകളാണോ ഇവിടുത്തെ വലിയ ഡോക്ടർ? അവളാണോ മാലിന്യെ നോക്കുന്നത്? അതെ. ചതിച്ചടാ മോനെ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാം. നിവൃത്തിയില്ലമ്മേ, ഇനി വരുന്ന അനുഭവിച്ചേ പറ്റും. അയ്യോ, അവളെന്റെ കുഞ്ഞിനെ. അമ്മേ, അമ്മ പോയി എവിടെ ഇരിക്കും? പോകൂ, പോകാനാണ് പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. No, I know my job. ഇതേ ഗീതേ, എന്ത് വേണം? നിങ്ങൾ എന്റെ ഭാര്യയെ അറ്റൻഡ് ചെയ്യണ്ട. എനിക്ക് അവളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ അവളെ കൊല്ലുമെന്ന് ഭയമാണോ? അയക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് നേട്ടം? അങ്ങനെയെങ്കിലും എന്നോട് പകവിട്ടാണല്ലോ. മിസ്റ്റർ, ഞാനൊരിടാണ്. ഈ കൈകൾക്ക് രക്ഷിക്കാനേ അറിയും, കൊല്ലാൻ അറിയില്ല. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല? താമസിക്കുന്ന ഓരോ നിമിഷവും അവൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നതാണ്. എന്ത് വന്നാലും നിങ്ങളുടെ കൈ കൊണ്ട് അവളെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവളെ കൊണ്ടുപോകും. ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അവരെ രക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഓപ്പറേഷൻ? ഓപ്പറേഷൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ. വാട്ട് യു നോ അബൌട്ട് ഇറ്റ്? നിങ്ങൾ പഞ്ചായത്ത് ഡയറക്ടറാണ്, ഡോക്ടർ അല്ല. ഞാൻ കൊണ്ടുപോകും. നെവർ. അവർ എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ തന്നെ അവരെ ചികിത്സിക്കും. അവളെന്റെ മാലിയെ കൊല്ലും. അതവർക്ക് എന്ത് ഓപ്പറേറ്റ് ചെയ്യണ്ട. അവളെന്റെ ഭാര്യയെ കൊല്ലും. ഞാൻ ഈ വളർന്ന് ചവിട്ടി പൊളിക്കും. ഭാര്യ പ്രസവിച്ചു. പെൺകുട്ടിയാ. അമ്മയും മോളും സുഖമായിരിക്കുന്നു. എന്റെ ദൈവമേ. ഈശ്വര, ഗീത എന്റെ ഭാര്യയെ ഓപ്പറേറ്റ് ചെയ്ത് കൊന്നെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. യെസ് ഡോക്ടർ, താങ്ക് യു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാം മംഗളമായി നടന്നത്. മാരുതിയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഞാൻ മരുന്ന് കൊടുത്തു, കുത്തിവെച്ചു. അത് അപകടകരമായൊരു മാർഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഏതിലും മാലിതയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നോർമൽ ഡെലിവറിക്ക് സമയം ആവശ്യം. ആ കാത്തിരിപ്പിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ പോലും ഭയപ്പെട്ടു. മാലതി, നിങ്ങളെ കൊല്ലാനുള്ള എന്റെ ഒരു നീക്കമാണെന്ന് നിങ്ങളുടെ ഭർത്താവ് തെറ്റിദ്ധരിച്ചു. പക്ഷേ ദൈവം എന്നെ കൈവടിഞ്ഞില്ല. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഭർത്താവ് ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന കാമുകിയോട് പോലും
സഹതാപമുള്ള ഒരു നല്ല ഭാര്യയാണ് മാലതിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് ഭാര്യ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നീറി പുകഞ്ഞിരുന്ന സമയം പോലും ചോദിക്കാൻ പാടില്ലാത്ത പലതും ഞാൻ ചോദിച്ചത്. മാലതി, ശ്രീയേട്ടന്റെ കാമുകിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞില്ലേ? ഞാനാണ് ആ ഗീത. പേടിക്കണ്ട, നിങ്ങളുടെ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ ഒരിക്കലും ഞാൻ വരില്ല. ഗീതേ, വാക്കും മനസ്സും ഒന്നുപോലും മരവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മാപ്പി വയ്ക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഗീത എന്റെ കുടുംബത്തിന് ചെയ്തിരുന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് ഞാൻ എന്ത് പ്രതിഫലമാണ് തരേണ്ടത്? സേവനത്തിന് പ്രതിഫലമില്ല. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായും. എങ്കിൽ പറയൂ. ശ്രീയേട്ടന്റെ കുഞ്ഞിന് എന്തിരിട്ടാലും ഗീത എന്ന പേര് മാത്രം ഇടരുത്. ഗീതേ,